യമ്മി സാൻഡ്വിച്ച് കേക്കിനുള്ള വെജിറ്റബിളൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഗൈസ്. ബ്രെഡ് സൈഡിലുള്ള ബ്രൗണൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മയോണൈസ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയും മൈദയും പാലിൻ്റെയും ബാറ്ററാണത്. ഒരു ബൗളെടുത്ത് വെജിറ്റബിൾസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മയോണൈസ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മയോണൈസിൽ ഞാൻ ഉപ്പിട്ട് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. പെപ്പർ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബ്രെഡ് ബാറ്ററിൽ മുക്കിയിട്ട് കേക്ക് പാനിലേക്ക് മാറ്റുക. ബ്രെഡ് കേക്ക് പാനിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മീതെ വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കുക. ബ്രെഡിൻ്റെ മുകളിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തോടും നിരത്തി കൊടുക്കുക. ഇപ്പം എല്ലാ ഭാഗത്തും എല്ലാം ഫില്ലായിട്ടുണ്ട്. അതിൻ്റെ മേലെ ചീസ് വെച്ച് കൊടുക്കുക. ചീസ് പാക്കറ്റിൽ നിന്ന് എടുത്ത് ഞാൻ പ്ലേറ്റിൽ വെച്ചതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയത്. പാക്കറ്റിൽ നിന്ന് നേരെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മീതെ ഫസ്റ്റ് വെച്ചതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക. ബ്രെഡും വെക്കുമ്പോഴും എല്ലായിടും ഫില്ലാക്കി കൊടുക്കുക. അതിൻ്റെ മേലിൽ വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഫില്ലാവണ വിധത്തിൽ ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഫില്ലായിട്ടുണ്ട്. അതിൻ്റെ മീതെ ചീസ് വെച്ചതിന് ശേഷം ബ്രെഡ് ബാറ്ററിൽ മുക്കി എല്ലാ സ്ഥലത്തും ഫില്ലാക്കി കൊടുക്കുക. ബാലൻസ് ബാറ്റർ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കുക. മൂടിയിട്ട് മുകളിൽ ചീസ് കേക്ക് റെഡി ആയിട്ട് നല്ല യമ്മി ആയിട്ടുള്ള ചീസ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്തോണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടം.